നിങ്ങളുടെ ബൈ ടു ലെറ്റ് പ്രോപ്പർട്ടിയുടെ പർച്ചേസ് പ്രൈസിൽ കൂടുതൽ നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് പ്രോപ്പർട്ടിയുടെ ചിലവായിട്ട് എഴുതുവാൻ സാധിക്കുന്നതല്ല. ഇനി നിങ്ങൾ എടുക്കുന്ന ലോണ് ഒരു പോർട്ട്ഫോളിയോ കമ്പനിയുടെ പാർട്ടായിട്ട് മറ്റൊരു പ്രോപ്പർട്ടി വാങ്ങിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പോർട്ട്ഫോളിയോ എന്ന നിലയിൽ ഇത് ബിസിനസ് എക്സ്പെൻഡിച്ചറായിട്ട് എഴുതാൻ സാധിക്കും. ഉദാഹരണമായിട്ട് നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങിയത് 2 ലക്ഷം പൗണ്ടിനാണെങ്കിൽ 10 വർഷം കഴിഞ്ഞതിന് 3 ലക്ഷം വാല്യൂ ആകുകയും 80% ലോൺ എടുക്കുമ്പോൾ വാങ്ങിയ വിലയിൽ കൂടുതൽ നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് 2,40,000 നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ 40,000 പൗണ്ട് നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ചെലവെഴുതാൻ സാധിക്കുന്നതല്ല. അഡീഷണൽ ലോൺ എമൗണ്ട് മറ്റൊരു പ്രോപ്പർട്ടി വാങ്ങിക്കാനാണെങ്കിൽ ആ ഇൻട്രസ്റ്റ് എമൗണ്ട് നിങ്ങളുടെ ബിസിനസ് എക്സ്പെൻഡിച്ചറായിട്ട് എഴുതുവാൻ സാധിക്കും.